നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 29. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 29. ഇന്ന് ഭാഗവത മാഹാത്മ്യത്തിലെ 3-ാം അധ്യായത്തിലെ 38-ാമത്തെ ശ്ലോകമാണ് പറയേണ്ടത്. ശ്ലോകം 38. ശ്ലോകാർത്ഥം ശ്ലോകപാദം വാ പഠേത് ഭാഗവതം ചയാ നിത്യം പുണ്യമവാപ്നോതി രാജസൂയ അശ്വമേധയോ. ശ്ലോകാർത്ഥം ശ്ലോകപാദം വാ പഠേത് ഭാഗവതം ചയാ നിത്യം പുണ്യമവാപ്നോതി രാജസൂയ അശ്വമേധയോ. വളരെ സ്പഷ്ടമായിട്ട് അർത്ഥം പറഞ്ഞു. അർത്ഥം മനസ്സിലാക്കാം. യാതൊരു പുണ്യവാൻ ഭാഗവതത്തിലുള്ളതായ ഒരു ശ്ലോകമോ ശ്ലോകാർത്ഥമോ ശ്ലോകപാദമോ, അതായത് കാൽഭാഗമെങ്കിലും പ്രതിദിവസം ഉച്ചരിക്കുന്നുവോ, അർത്ഥം അറിഞ്ഞ് പെരുമാറുന്നുവോ, അവൻ എല്ലാ ദിവസവും രാജസൂയം അശ്വമേധമെന്ന യാഗങ്ങളെ വിധിപ്രകാരം അനുഷ്ഠിച്ചാലുണ്ടാകുന്ന ഫലം പ്രാപിക്കുന്നു. ഇവിടെ രാജസൂയം അല്ലെങ്കിൽ അശ്വമേധം എന്നുള്ള യാഗങ്ങളെ വിധിപ്രകാരം അനുഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മളെന്ത് മനസ്സിലാക്കണം? ഭാഗവതത്തിലെ ഒരു ശ്ലോകമോ പകുതി ശ്ലോകമോ കാൽ ശ്ലോകമോ അർത്ഥം അറിഞ്ഞ് ജീവിതത്തിലേക്ക് പകർത്താതെ കണ്ട് യഥാവിധി, ആ വാക്ക് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? പ്രീതിജനകമായിട്ട് ജീവിക്കുക. മറ്റെല്ലാ ജീവജാലങ്ങളോടും മര്യാദാമസൃണമായ രീതിയിൽ സ്നേഹവായ്പോടുകൂടി ജീവിക്കുകയാണെങ്കിൽ അശ്വമേധയാഗം അല്ലെങ്കിൽ രാജസൂയം ചെയ്ത ഫലം കിട്ടും. വളരെ സ്പഷ്ടമായിട്ടാണ് പറഞ്ഞത്. അത് കഴിഞ്ഞു 39-ാമത്തെ ശ്ലോകം നോക്കിക്കോളൂ. ഉക്തം ഭാഗവതം നിത്യം കൃതം ചാഹരിചിന്തനം തുളസി പോഷണം ചൈവ ധേനൂനാം സേവനം സമം. ഇതിന് മുമ്പ് പറയണ്ടായി സൂര്യനെ, പശുവിനെ, തുളസീനെ ഒക്കെ ആദരിച്ചാൽ മതി ഭാഗവതത്തിൻ്റെ ഗുണം കിട്ടുന്നുള്ളത്. അതേപോലൊരു ശ്ലോകമാണ് ഇവിടെ. ഉക്തം ഭാഗവതം നിത്യം കൃതം ചാഹരിചിന്തനം തുളസി പോഷണം ചൈവ ധേനൂനാം സേവനം സമം. ശുഗമുനിയാൽ കീർത്തിക്കപ്പെട്ട ഭാഗവതത്തെ എല്ലാ ദിവസവും പഠിക്കുന്നതും ശ്രീഹരിസ്വരൂപത്തെ ചിന്തിക്കുന്നതും ജലാതിസേചനത്താൽ എന്ന് പറഞ്ഞാൽ ജലസേചനം എന്തിന്? തുളസിക്ക് വെള്ളമൊഴിക്കുക. ചുരുക്കി പറഞ്ഞാൽ തുളസീനെ നട്ടു വളർത്തുക, തുളസീനെ ആദരിക്കുക. തുളസി എന്താണെന്ന് അറിയുമാണ്. തുളസി സാക്ഷാൽ മഹാലക്ഷ്മിയുടെ അവതാരമാണ്. അപ്പോൾ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം തുളസീദളത്തിനോട് താമര മാത്രമേ സമമായിട്ടുള്ളൂ. ബാക്കി പുഷ്പങ്ങളൊക്കെ നമ്മൾക്ക് കാണാൻ കൊള്ളുന്ന റോസിനൊന്നും തുളസിയുടെയും താമരയുടെയും ഫലമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് തുളസി വെള്ളമൊഴിച്ച് വളർത്തുന്നതും പുല്ലും വെള്ളവും ആവശ്യമുള്ള മറ്റു സാധനങ്ങളും നൽകി പശുക്കളെ പരിപാലിക്കുന്നതും. വെയിലത്ത് കെട്ടാതെ കണ്ടിരിക്കാം, അവരെ എന്താണെന്നാ പറയുക, പണിഷ് ചെയ്യാണ്ടിരിക്കുക, അവരെ അടിക്കാതെ കണ്ടിരിക്കുക, കൊല്ലാതെ കണ്ടിരിക്കുക, അവരുടെ മാംസം തിന്നാതെ കണ്ടിരിക്കുക, അതൊക്കെ അതിൽ പെടും. അപ്പോൾ പശുക്കളെ പരിപാലിക്കുന്നതും അന്യോന്യം ഭേദമില്ലാത്തതായ അനുഷ്ഠാനമാകുന്നു. സൽക്കർമാനുഷ്ഠാനം എന്താണ്? അന്യോന്യം ഭേദമില്ലാത്തതായ.
ഉള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ പഠിച്ചവനെന്നോ പഠിക്കാത്തവനോ കറുത്തവനെന്നോ വെളുത്തവനോ എന്നുള്ള ഭേദം പാടില്ല. എല്ലാവരിലും സമചിത്തന്മാരായിരിക്കണം. അതിന് ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുന്നത് മായയുടെ ആധിക്യമാണ്. അത് കഴിഞ്ഞ് 40ാമത്തെ ശ്ലോകം പറയണു, അന്ധകാലേ ദ്വയേനൈവാം ശ്രൂയതേ ശുഖശാസ്ത്രവാക്ക് പ്രീത്യാ തസ്യൈവ വൈകുണ്ഠം ഗോവിന്ദോ അഭിപ്രയച്ഛതി. അന്ധകാലേ ദ്വയേനൈവാം ശ്രൂയതേ ശുഖശാസ്ത്രവാക്ക് പ്രീത്യാ തസ്യൈവ വൈകുണ്ഠം ഗോവിന്ദോ അഭിപ്രയച്ഛതി. എന്താണ്? ശരീരാവസാന കാലത്തിൽ നോക്കൂ, ആ വാക്ക് നമ്മൾ വളരെയധികം നിഷ്കർഷയോടുകൂടി പഠിക്കണം. ശരീരം അവസാനിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ശരീരത്തിനാണ് മരണം, ആത്മാവിനല്ല, ജീവനല്ല മരണം. ജീവൻ പോയി എന്നാണ് പറഞ്ഞത്. ജീവൻ എവിടേക്ക് പോയി? ശരീരത്തിൽ നിന്ന് പോയി. ഞാനും നിങ്ങളും തൊട്ട് തലോടുന്നതായ ഈ ശരീരത്തിൽ നിന്ന് ജീവൻ പോയാൽ ഈ ശരീരം എന്തായി? ശവായി. ജീവൻ പോയി എന്ന് പറഞ്ഞാൽ ജീവൻ ശരീരത്തിൽ നിന്ന് പോയി. ജീവൻ എങ്ങോട്ടും പോണില്ല, ജീവൻ ഇവിടെ തന്നെ ഉണ്ട്, ബ്രഹ്മായിട്ട് ഉണ്ട്. ഇതാണ് ആ വാക്ക്. ശരീരാവസാനത്തിൽ ജീവിതം അവസാനിക്കണില്ല. കാരണം എന്താ? ചെയ്ത പാപകർമ്മങ്ങളുടെയും പാപപുണ്യങ്ങളുടെ ഫലം അനുഭവിക്കാൻ വേണ്ടി ശരീരം ബാക്കിയാവും, ശരീരം പുനർജീവിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് മുമുക്ഷത്വം മതി, എനിക്ക് ആശയാഭിലാഷങ്ങളില്ല, ലൗകിക ആസക്തികൾ ഉണ്ടെങ്കിലേ ജനിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ജഗദീശ്വരനോട് താതാത്മ്യം പ്രാപിക്കത്തക്ക വിധത്തിൽ മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പുനരഭിജനനം പുനരഭിമരണവും ഇല്ല. അപ്പം മോക്ഷമായി, മുമുക്ഷത്വമായി. അതുകൊണ്ടാണ് പറഞ്ഞത്, ശരീര അവസാന കാലത്തിൽ യാതൊരു പുണ്യാത്മാവിനാൽ ശ്രീ മഹാഭാഗവതം ശ്രവിക്കപ്പെടുന്നുവോ? ഭാഗവതം നമ്മൾക്ക് അറിയണം. എന്നിട്ട് നമ്മൾ മരണപ്പെടുന്ന സമയത്ത് ഭാഗവതം കേട്ടാൽ പുണ്യം ഉണ്ടാവും. അല്ലാതെ കേൾക്കുന്നത് ഭാഗവതമാണോ എന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ആ ഗോവിന്ദൻ ആരാ? അറിവുള്ളവരുടെ നേതാവെന്നാണ് പറയുന്നത്. അറിവുള്ളവർക്ക്, ജ്ഞാനികൾക്ക് ഭഗവാൻ ഉത്തമനാണ്. ഭഗവാൻ ജ്ഞാനികളുടെ യോഗക്ഷേമം ചെയ്യണം, മറ്റുള്ളവരുടെ യോഗക്ഷേമം ചെയ്യണില്ല. കാരണം എന്താ? അവർക്ക് താല്പര്യമില്ല തന്നെ, അവർ ജ്ഞാനികളായിട്ടില്ല, അറിവായിട്ടില്ല. അപ്പോൾ പുണ്യാത്മാവിനാൽ ശ്രീ മഹാഭാഗവതം ശ്രവിക്കപ്പെടുന്നുവോ അവന് ഭഗവാൻ ശ്രീ ഗോവിന്ദൻ പരമപ്രേമത്തോടുകൂടെ വൈകുണ്ഠ ലോകത്തെ നൽകണം. ആർക്ക്? എല്ലാവർക്കും ഫ്രീ പാസ് ഇല്ലല്ലോ, അല്ലേ? ഏതെങ്കിലും തരത്ത് ഗവൺമെൻറ്റായിട്ട് അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആൾക്കാർക്കല്ലേ ഫ്രീ പാസ് കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ ഡൊണേഷൻ കൊടുത്ത ആൾക്കാർ. അപ്പോൾ ഇവിടെ ഈ ഡൊണേഷൻ എന്നുള്ളത് ഭാഗവതം പഠിക്കുക എന്നുള്ളതായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. അപ്പോൾ കാര്യം ശരിയായി. ഇനി 41. ഹേമസിംഹയുധം ചൈതൽ വൈഷ്ണവായ ദദാതി ച കൃഷ്ണേന സഹ സായൂജ്യം സ പുമാം ലഭതേ ധ്രുവം. വളരെ ഹേമസിംഹയുധം ചൈതൽ വൈഷ്ണവായ ദദാതി ച കൃഷ്ണേന സഹ സായൂജ്യം സ പുമാം ലഭതേ ധ്രുവം. പറയണു, ഈ പരിപാവനമായിട്ടുള്ള ഭാഗവത ഗ്രന്ഥത്തെ സ്വർണം കൊണ്ട് നിർമ്മിച്ചതായ സിംഹാസനത്തിന്മേൽ വെച്ചിട്ട് ശ്രീ വിഷ്ണു ഭക്തനായിക്കൊണ്ട്, സാധാരണക്കാരനല്ല, ശ്രീ വിഷ്ണു ഭക്തനായിക്കൊണ്ട് യാതൊരു ധനവാനായ പുണ്യാത്മാവ് നൽകുന്നുവോ അവൻ മരണാനന്തരം ശ്രീകൃഷ്ണനോടുകൂടെ സായുജ്യമുക്തിയെ പ്രാപിക്കുന്നു. നിശ്ചയമായും സമ്പന്നനാണെങ്കിൽ എന്ത് ചെയ്യണം? സ്വർണം കൊണ്ടൊരു സിംഹാസനം ഉണ്ടാക്കി അതിലൊരു ഭാഗവതം വെച്ച് വിഷ്ണു പൂജാ തൽപരന്മാരായിട്ട് വിഷ്ണു ഭക്തനായിട്ടുള്ള ഒരാൾക്ക് ദാനം ചെയ്യണം. എന്നാൽ ഈ ദാനം ചെയ്ത ആള് ശ്രീകൃഷ്ണ സായുജ്യം, ശ്രീകൃഷ്ണനോടുകൂടെ സായുജ്യമുക്തിയെ പ്രാപിക്കുന്നു നിശ്ചയം. അപ്പോൾ അതാണ്, ഇതൊന്നും നമ്മൾ
ഭാഗവത സപ്താഹത്തിൽ ടച്ച് ചെയ്യില്ല. നമ്മളല്ല, പരശതം ബഹുഭൂരിപക്ഷം ആൾക്കാർ. എൻ്റെ ഗുരുനാഥൻ എന്നെ പഠിപ്പിച്ചത് എന്താ, നീ എത്ര സപ്താഹം ചെയ്തു അത്രയും സപ്താഹത്തിന് ഭാഗവത മാഹാത്മ്യം വായിക്കണം, പറയണം. അതല്ലെങ്കിൽ പിന്നെ ഭാഗവതത്തിന് പ്രസക്തി ഇല്ല. അതാ. ഇനി 42ാമത്തെ ശ്ലോകം നോക്കിക്കോളൂ. ആ ജന്മമാത്രമഭിയേന ഷഠേന കിഞ്ചിൽ ചിത്തം വിധായ ശുഖശാസ്ത്രകഥാന പീതാ ചണ്ഡാലവശ്ചഘരവൽഭതേന നീതം മിഥ്യാ സ്വജന്മജനനീ ജനി ദുഃഖഭാജ. എടുത്ത പൊന്താത്തൊരു ശ്ലോക. ആ ജന്മമാത്രമഭിയേന ഷഠേന കിഞ്ചിൽ ചിത്തം വിധായ ശുഖശാസ്ത്രകഥാന പീതാം ചണ്ഡാലവശ്ചഘരവൽഭതേന നീതം മിഥ്യാ സ്വജന്മജനനീ ജനി ദുഃഖഭാജ. എന്താ അതിനർത്ഥം? ഉത്തമ പുരുഷാർത്ഥ പ്രാപ്തി ഹേതുകമായ ഉത്തമ പുരുഷാർത്ഥ പ്രാപ്തി ഏതാ? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അതിൽ മോക്ഷമാണ് ഉത്തമമായിട്ടുള്ള പദം, പ്രാപ്തി. മോക്ഷമല്ലാതെ കണ്ട് ധർമാർത്ഥ കാമം മായൽ ഉറപ്പിച്ചു. പുനരഭിജനനം, 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 പുനരഭിമരണം. അപ്പോൾ ഉത്തമ പുരുഷ പ്രാപ്തി ഹേതുകമായ, അതിനുള്ള ഹേതു കാരണം എന്താ? ഭാഗവത പഠന ശ്രവണാദികൾ, ഭാഗവതം പഠിക്കുക, ശ്രവിക്കുക, പഠിക്കുക. അത് മാത്രമേ മോക്ഷത്തിന്. കാരണം ഇത് പഠിച്ചു കഴിഞ്ഞാൽ മോക്ഷം ഉറപ്പായി. കാരണം എന്താ? ഇത് പഠിച്ച് പരിശീലിക്കണം, ശീലിക്കണം. ചൊട്ടയിലെ ശീലം ചുടല വരെ. അപ്പോൾ ഭാഗവത പാഠശ്രവണാദികളെ അവശ്യം അനുഷ്ഠിക്കേണ്ടതാണെന്ന് കാണിപ്പാൻ വേണ്ടി അതിൽ മനസ്സിരുത്താത്തവരെ ഏതില്? ഭാഗവതം പഠിക്കുന്നതിൽ മനസ്സിരുത്താത്തവരെ കുറിച്ച് ഖേദിച്ചും കൊണ്ട് നിന്ദിക്കുന്നു. അവരെ നിന്ദിക്കണം. ഇത് ആരെങ്കിലും അറിയുന്നുണ്ടോ? നമ്മൾ സനാതന ധർമ്മിസ്റ്റുകളായിരിക്കണം. പക്ഷേ നമ്മൾ അറിയാതെ കണ്ട് എന്തോ ഹിന്ദു പറഞ്ഞിട്ട് ജന്മം തൊലയ്ക്കുകയാണ് നമ്മൾ. ഇതൊന്നും അറിയാതെ കണ്ട് അതിന് ചിലവരെ കാര്യസാധ്യ, പുഷ്പാഞ്ജലി, ആനയൂട്ടൊക്കെ ആണ് ശരി, പൂരമാണ് വലുത്, പടക്കമാണ് വലുത്, തായമ്പകയാണ്, മേളമാണ് എന്നൊക്കെ തെറ്റിദ്ധരിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിൽ മനസ്സിരുത്താത്തവരെ കുറിച്ച് ഖേദിച്ചും കൊണ്ട് നിന്ദിക്കുന്നു. ഏതൊരു ഷഠനായ പുരുഷൻ ജന്മാരംഭം മുതൽ മരണപര്യന്തം അല്പസമയമെങ്കിലും മനസ്സിരുത്തി ഭാഗവത കഥാ സാരപീയൂഷത്തെ, ആദ്യം പറഞ്ഞു ഉത്തമ പുരുഷാർത്ഥ പ്രാതിഹേതുകമായ ഭാഗവത പഠനാദികളെന്ന്. ഇവിടെ പറയണു ഭാഗവത കഥാസാര പീയൂഷം. പീയൂഷം എന്ന് പറയുന്ന അർത്ഥം അമൃത്. എന്താണ് പാനം ചെയ്യേണ്ടത്? അമൃതം എന്തിനാ പാനം ചെയ്യേണ്ടത്? മരണമില്ലാത്ത അവസ്ഥയ്ക്ക്. മരണമില്ലാത്ത അവസ്ഥ ഏതാ? മുക്തി, വേറൊന്നുമല്ല. സായൂജ സാമീപ്യ സാലോക്യ സാരൂപ്യാദികൾ ഭഗവാനായി തീരാം. അപ്പോൾ ഭാഗവത കഥാസാര പീയൂഷത്തെ ആസ്വദിക്കാതിരിക്കുന്നുവോ അവൻ്റെ ജന്മം ചണ്ടാല ജന്മം പോലെയും. ശ്രദ്ധിക്കണം, ഞാൻ എന്തുകൊണ്ടാണ് ഒരു സോഷ്യൽ ക്രിട്ടിക്കായത്? ഈ ശ്ലോകമാണ് അർത്ഥം. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് ഭാഗവതം പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ആരാവും? ചണ്ടാള ജന്മം പോലെ, കഴുതയുടെ ജന്മം പോലെയും. അടികൊള്ളാൻ മാത്രം കഴുത അല്ലേ? പുരുഷാർത്ഥ ഉപയോഗിയാകാതെ, പുരുഷാർത്ഥ യോഗി മോക്ഷത്തിന് ഉപകാരപ്പെടാതെ വ്യർത്ഥമായിട്ട് കഴിയുന്നു. വ്യർത്ഥമായിട്ട് പാഴ്വസ്തുവായിട്ട് തീരുന്നു എന്ന്. അവനെ ഗർഭധാരണ, പ്രസവ, പോഷണാദി ക്ലേശങ്ങളെ സഹിച്ച് വളർത്തിവിട്ട മാതാവ്. ശ്രദ്ധിക്കുക, ഗർഭധാരണം, പ്രസവ, പോഷണാദി ക്ലേശങ്ങളെ. അമ്മയ്ക്കും പോഷണം വേണം, എന്നാലല്ലേ അമ്മയ്ക്ക് കുട്ടീനെ വളർത്താൻ പറ്റുള്ളൂ. കുട്ടിക്ക് പോഷണം വേണം. എന്തിന്? കുട്ടി വളരണതെങ്കിൽ. അപ്പോൾ ഗർഭധാരണ, പ്രസവ, പോഷണാദി ക്ലേശങ്ങളെ സഹിച്ച് വളർത്തിവിട്ട
മാതാവിൻ്റെ പ്രവൃത്തിയെ അവൻ നിഷ്ഫലമാക്കുന്നു. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ. ഈ അവസ്ഥയിലേക്ക് അമ്മയെയും അച്ഛനെയും ആചാര്യനെയും ഉയർത്തുക എന്നുള്ളത് മകളുടെ ഉദ്ദേശശുദ്ധിയായിരിക്കണം എന്നാണ് അതൊന്നും നമ്മൾ മനസ്സിലാക്കാത്തത്. ഇനി അതേമാതിരി തന്നെ 43-ാമത്തെ ശ്ലോകം. ജീവശവോ നിഗതിത സതുപാപകർമ്മ യേന ശ്രുതം ശൃഗകഥാവചനം ന കിഞ്ചിൽ ധിക്തം നരം പശുസമം ഭുവി ഭാരരൂപം ഏവം വദന്തി ദിവി ദേവ സമാജമുഖ്യാഃ. എന്താ പറഞ്ഞത്? ജീവശവോ നിഗതിത സതുപാപകർമ്മ യേന ശ്രുതം ശുഗകഥാവചനം ന കിഞ്ചിത് ധിക്തം നരം പശുസമം ഭുവി ഭാരരൂപം ഏവം വദന്തി ദിവി ദേവ സമാജമുഖ്യാഃ. ഏതൊരുവനാൽ ഭാഗവത കഥ അല്പമാത്രമെങ്കിലും ശ്രവിക്കപ്പെടാതിരിക്കുന്നുവോ, അല്പം പോലും ശ്രവിച്ചിട്ടില്ലെങ്കിൽ പിന്നെന്താ ചെയ്യുക? അല്പം ശ്രവിച്ചാൽ അതിൻ്റെ പേഴ്സൻറ്റേജ് കൂട്ടാനുള്ള ത്വരിത ഭഗവാൻ തരാതെ ഇരിക്കില്ല. പക്ഷെ ഒട്ടും ശ്രവിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ പാപകർമ്മത്തിനായി മാത്രം ജീവിതം നയിക്കുന്ന അവൻ 100% പാപിയാവണപ്പോഴാണ്. 1% പോലും ഭാഗവതം അറിയാത്തവനാണ് പാപിയായിട്ട് പോകുന്നത്. അപ്പോൾ ആ വ്യക്തി അവൻ ജീവൻ മൃതനാകുന്നുവെന്ന് പറയപ്പെടുന്നു. ജീവൻ ജീവിച്ചിരിക്കലും ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. അങ്ങനെയാണോ നമ്മൾ അറിയപ്പെടേണ്ടത്? അല്ല. ഭൂമിക്ക് ഭാരമായിരിക്കുന്ന മൃഗപ്രായനായ ആ മനുഷ്യൻ നിന്ദാർഹൻ തന്നെ. ഭൂമിയിൽ ഇരിക്കാൻ അർഹതയില്ല അവന്. ഭൂമിക്ക് ഭാരമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഭൂമിക്ക് ഭാരമാകുമ്പോൾ ഭഗവാൻ നമ്മളെ കൊല്ലും. അവതാരത്തിൻ്റെ ഉദ്ദേശം അതാണല്ലോ. അപ്പോൾ ഭാഗവത ശ്രവണ പാഠാദികളിൽ അല്പവും മനസ്സിരുത്താത്തവൻ മൃഗതുല്യനും. മൃഗതുല്യൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മൃഗതുല്യൻ എന്ന് പറഞ്ഞാൽ അവർ അച്ഛനാരാ അമ്മ ആരാന്നും അവർക്ക് അറിയേണ്ട ആവശ്യമില്ല. ഒരു കാലം കഴിഞ്ഞൊക്കെ മുറുക്കുക അവർ. ഈ ആടുകളൊക്കെ ഉണ്ടല്ലോ, പ്രസവിച്ച് 4 കുട്ടികൾ ഒന്ന് കൊറ്റനാണെങ്കിൽ ഈ കൊറ്റൻ സഹോദരി രൂപത്തിലുള്ള ആളുടെ മേല് കയറും, അമ്മയുടെ മേല് കയറും, ഒക്കെ കയറും. മൃഗങ്ങൾ അങ്ങനെയാണ്. അവർക്ക് ഇണ ചേരാൻ ആരാണെന്നും അവർക്കറിയില്ല, ആരാ അച്ഛൻ ഏതാ അമ്മ എന്നൊന്നും അവർക്കറിയില്ല. അതിൻ്റെ ആവശ്യമില്ല. എന്നാൽ അമ്മ കുട്ടികളെ പോറ്റുന്നത് നക്കി തോർത്ത് കിട്ടും, അതൊക്കെയാണ്. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞാൽ മാറി. അപ്പോൾ ഈ ഇംഗ്ലീഷ് സ്റ്റോറികളൊക്കെ ഇപ്പോൾ മലയാളത്തിൽ കുറച്ചിട്ട് വാട്സപ്പിൽ കാണുന്നുണ്ട്. അതൊക്കെ ഇതേപോലെ തന്നെയാണ്. ഇനി അല്ലാന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. എവിടുന്ന് കിട്ടിയ ആൾക്കാർക്ക് ഇതൊക്കെ? അപ്പോൾ ഭാഗവത ശ്രവണ പാഠാദികളെ അല്പവും മനസ്സിരുത്താത്തവൻ മൃഗതുല്യനും ജീവിച്ചിരിക്കുന്നുവെങ്കിലും മരിച്ചതിന് തുല്യനുമാകുന്നുവെന്ന് സാരം. ഈ സാരം മനസ്സിലാക്കാതെ കൊണ്ട് പോയതാണ് നമ്മൾക്ക് കുഴപ്പം. മനസ്സിലായില്ലേ? ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറേ ഈ 2 വരി ശ്ലോകങ്ങളാണ്. ഇപ്പോൾ 2 വലിയ ഗംഭീരമായിട്ട് 4 വരി ശ്ലോകമായിരുന്നു. ഇനി 44-ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. ദുർലഭൈവ കഥാലോകേ ശ്രീമദ് ഭാഗവതോത്ഭവാം കോടിജന്മസമുദ്ധേന പുണ്യേനൈവ ദുലഭ്യതേ. ദുർലഭൈവ കഥാലോകേ ശ്രീമദ് ഭാഗവതോത്ഭവാം കോടിജന്മസമുദ്ധേന പുണ്യേനൈവ ദുലഭ്യതേ. എന്താ അതിനർത്ഥം? ലോകത്തിൽ ശ്രീമൽ ഭാഗവത കഥാശ്രവണ പാരായണ ശ്രദ്ധ, ലോകത്തിലെ ശ്രീമൽ ഭാഗവത കഥാശ്രവണ പാരായണ ശ്രദ്ധ ദുർലഭം തന്നെ. ഇതാണ് എൻ്റെ സാറ്റിസ്ഫാക്ഷൻ. ഞാൻ തലകുത്തി നിന്നാലും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ അന്യതാകരിക്കാൻ എനിക്ക് അധികാരമില്ല. ഭഗവാൻ തന്നെ പറയണോ, വളരെ ദുർലഭം ആൾക്ക് ഇത് മനസ്സിലാവുള്ളൂ. ആ ദുർലഭത്തിൽ എനിക്ക് 1476 ആൾ ഈ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ മഹാനാണ്. കാരണം എന്താ?
ഈ ദുർലഭമായിരിക്കുന്ന അവസ്ഥയിൽ ഇത്ര ആൾക്കാരെ കിട്ടിയല്ലോ. എന്നാൽ ഇതിന്ന് കോടികൾ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അതിനെന്താ കാരണം ഞാൻ പറയാം. അവർ ഇതിൻ്റെ ഡെപ്ത് ടച്ച് ചെയ്യില്ല. ഡെപ്ത് ടച്ച് ചെയ്താൽ കേൾക്കില്ല ആൾക്കാർ. എനിക്കറിയാം. എനിക്ക് ആവശ്യം നിങ്ങൾ കേൾക്കണ്ടെന്നല്ല, അസലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കേട്ടാൽ മതി. മറ്റത് പാപം ഭുജിക്കേണ്ട അവസ്ഥ വരും. എന്താ പാപം ഭുജിക്കുക എന്ന് പറഞ്ഞാൽ, അതായത് ഭാഗവതം പറയാന്നുള്ള വ്യാജേന ഭാഗവതത്തിലുള്ള കാര്യങ്ങൾ ശരിക്കുള്ളത് പറയാതെ കണ്ട് ഇന്ന മന്ത്രം ചൊല്ലിക്കോളൂ നിങ്ങൾക്ക് നന്മ വരും എന്ന് പറഞ്ഞ് ഏമാത്തുന്ന ആൾക്കാരുണ്ട്. എല്ലാവരും സുഖിപ്പിക്കും. ഈ സുഖിപ്പിക്കലാണ് തിരുവാതിരക്കളിയും കുമ്മിയടിക്കലും കുചേലം കെട്ടി വരലും. ഈ ഇപ്പോൾ ഒരു കാര്യം പറയാം, 5-ാം അവതാരത്തിന് ആൾക്കാർ കൂടും. അതേമാതിരി 5-ാം ദിവസം രുക്മിണി സ്വയംവരത്തിന് ആൾക്കാർ കൂടും. കാരണം എന്താ? ആഘോഷമാണ് ആൾക്കാർക്ക് ആവശ്യം. ആഘോഷം മറ്റ് വാട്ട് കോസ്റ്റ്? ഒന്നും അറിയാണ്ട് ആഘോഷം മാത്രമായിട്ട് എന്താ കാര്യം? സ്വന്തം സമൂഹത്തിലുള്ളവരുടെ വിവാഹത്തിന് 10 ഉറുപ്പ കൊടുക്കാത്തവരെ 5000 ഉറുപ്പ സ്പോൺസർ ചെയ്തിട്ട് നിങ്ങൾ നാദസ്വരം വെക്കുമെന്ന് പറഞ്ഞാൽ അയാൾ 20 മിനിറ്റ് നാദസ്വരം വായിച്ച് പോയി 5000 ഉറുപ്പയായിട്ട് പോയി. അപ്പോൾ ഒരു ടൗണിൽ 7 സ്ഥലത്ത് സപ്താഹം നടക്കാനുണ്ട് വിചാരിക്കുക. 7 ദിവസത്തിലും വ്യത്യസ്ത ദിവസങ്ങളിലാണ് സപ്താഹച്ചാൽ തീർച്ചയായിട്ടും 7 ദിവസം രുക്മിണി സംവരം വരും, 7 ദിവസം മാഹാത്മ്യം വരും. അപ്പോൾ ഈ നാദസ്വരം വായിക്കുന്ന ആൾക്ക് 7-5 35 37 ഉറുപ്പ്യ. ആചാര്യന് എന്താ കിട്ടുക ഒരു സപ്താഹത്തിന്? അല്ലെങ്കിൽ പൗരാണികന് എന്താ കിട്ടുക? പൂജാരിക്ക് എന്താ കിട്ടുക? നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഇതിനെ പറ്റിയിട്ട്? അതേമാതിരി തന്നെയാണ് എല്ലാ കാര്യങ്ങളും. ഞാൻ അതിലേക്ക് പോളില്ല. അപ്പോൾ ഇവിടെ ഉദ്ദേശം എന്താ? സ്വയം നന്നാവുക എന്നല്ലാണ്ട്, സ്വയം നന്നായാലല്ലേ നമുക്ക് വേറൊരാളെ നന്നാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ദുർലഭൈവ കഥാലോകെ, ലോകത്തിൽ ശ്രീമൽ ഭാഗവത കഥാശ്രവണ പാരായണ ശ്രദ്ധ ദുർലഭം തന്നെ. കോടി ജന്മങ്ങളിൽ ചെയ്ത പുണ്യത്താൽ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ഡിപ്പോസിറ്റ് എന്താ? കോടി ജന്മം അവസ്ഥയിൽ എനിക്ക് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റി. എനിക്ക് ശാന്തതയുണ്ട്, എനിക്ക് പുഷ്ടിയുണ്ട്, എനിക്ക് തുഷ്ടിയുണ്ട്, എനിക്ക് ശാന്തിയുണ്ട്. പിന്നെന്താ വേണ്ടത്? അപ്പോൾ എനിക്ക് ദുഃഖമില്ല. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ യൂട്യൂബ് റീച്ച് ആവാത്തതെന്ന് ചോദിച്ചാൽ, ഭഗവാൻ പറഞ്ഞു കോടി ജന്മഫലം കൊണ്ടുള്ളവർ വളരെ കമ്മിയാണ് അല്ലേ? അതുകൊണ്ട് പറഞ്ഞത് മാത്രം. ഇനി 45-ാമത്തെ ശ്ലോകം. തേന യോഗനിധേ ധീമൻ ശ്രോതവ്യാസ പ്രയത്നതാ ദിനാനാം നിയമോ നാസ്തി സർവദാ ശ്രവണം മതം. ശ്രദ്ധിക്കുക. തേന യോഗനിധേ ധീമൻ ശ്രോതവ്യാസ പ്രയത്നതാ ദീനാനാം നിയമോ നാസ്തി സർവദാ ശ്രവണം മതം. അതുകൊണ്ട്, ഏതുകൊണ്ട്? കോടി ജന്മ സുഹൃതം കൊണ്ടാണ് ഭാഗവതം വായിക്കണത്. അതുകൊണ്ടാണ് ദുർലഭമായിട്ടുള്ള ആൾക്കാരെ ഇത് വായിക്കണുള്ളൂ, പഠിക്കണുള്ളൂ എന്ന് പറഞ്ഞുവല്ലോ. അതുകൊണ്ട് ഹേ യോഗനിധിയും ബുദ്ധിമാനുമായ നാരദമുനെ, ഇതാരാ പറഞ്ഞത്? സനകാദികൾ. യോഗനിധിയും, യോഗം എന്ന് പറഞ്ഞെന്താ? ഭക്തിയോഗം. ഭഗവാനും ഭക്തനും ഭക്തിയും ഒന്നായി തീരാം. അപ്പോൾ യോഗനിധിയും ബുദ്ധിമാനുമായ നാരദമുനെ, ആ ഭാഗവത കഥ പ്രയത്നപ്പെട്ടിട്ടും ജീവകാലം മുഴുവനും കേൾക്കപ്പെടുവാൻ യോഗ്യയാകുന്നു. ജീവിതകാലം മുഴുവൻ ഭാഗവതം പഠിക്കണം, കേൾക്കണം, കേൾക്കുക, മനനം ചെയ്യുക, പഠിക്കുക. അപ്പോൾ ഇത്ര ദിവസം കൊണ്ട് കേൾക്കണമെന്നുള്ള നിയമമില്ല.
എപ്പോഴും കേൾക്കണമെന്നാണ് സജ്ജനാഭിപ്രായം. അപ്പം ജനങ്ങളിൽ സജ്ജനങ്ങൾ എന്ത് പറയണോ അത് കേൾക്കണം. അപ്പം സജ്ജനങ്ങൾ എന്താ പറഞ്ഞത്? 7 ദിവസം സപ്താഹമാണെങ്കിലും കൂടി സപ്താഹം കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ബാക്കിയുള്ള ദിവസങ്ങളിലും ഭാഗവതം വായിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് സജ്ജനാഭിപ്രായം. അതല്ലെങ്കിൽ എന്താ മോശം പറയാം. 365 ദിവസം ഭാഗവതം പഠിക്കുന്ന ഒരാൾക്ക് മനസ്സിന് വിഷമം തോന്നില്ല. അപ്പോൾ ഒരു 7 ദിവസമോ ഒരു 14 ദിവസമേ മാത്രമേ ഇത് പഠിച്ചുള്ളൂ. അല്ലെങ്കിൽ ഒരു കർക്കിടക മാസത്തുള്ള രാമായണം, അല്ലെങ്കിൽ വൈശാഖ കാലത്ത് ഒരു ഭാഗവതം, അതുകൊണ്ടായില്ല. അപ്പോൾ ബാക്കിയുള്ള ആവശ്യമില്ലാത്ത നെഗറ്റീവ് ചിന്തകൾ നമ്മളെ അടിമയാക്കും, നമ്മുടെ വ്യക്തിത്വത്തിനെ അടിമയാക്കും. അത് പാടില്ല. അതിനാണ് സദാസേവ്യ എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് 46-ാമത്തെ ശ്ലോകം, സത്യേന ബ്രഹ്മചര്യേണ സർവദാശ്രവണം മതം. ഇതെങ്ങനെ കേൾക്കണം? ഭാഗവതം എങ്ങനെ കേൾക്കണം? സത്യേന ബ്രഹ്മചര്യേണ സർവദാശ്രവണം മതം. അശക്യത്വാത് കലോ ബോധ്യോ വിശേഷോ അത്ര ശുഗൻ്റെ ആജ്ഞ അല്ലേ? സത്യേന ബ്രഹ്മചര്യേണ സർവദാ ശ്രവണം മതം അശക്യത്വാത് കലോ ബോധ്യോ വിശേഷോ അത്ര ശുഗാജ്ഞയാ. എന്താണ്? യഥാർത്ഥ ഭാഷണം. ഇപ്പോൾ കുറച്ച് മുമ്പ് പറയണ്ടായി, യഥാർത്ഥ ഭാഷണം, അസത്യഭാഷണം ചെയ്യരുത്. യഥാർത്ഥമായിട്ടുള്ളത് എന്താ അതാണ് പറയാൻ പാടുള്ളൂ. യഥാർത്ഥ ഭാഷണം സ്ത്രീസംഗമില്ലായ്മയാകുന്ന ബ്രഹ്മചര്യം. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ എന്താ? സ്ത്രീസംഗമില്ലായ്മയാകുന്ന ബ്രഹ്മചര്യം എന്ന 2 വ്രതങ്ങളോടുകൂടെ എപ്പോഴും ശ്രവിക്കണമെന്നാണ് സജ്ജനാഭിപ്രായം. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ആയുസ് 100 വർഷമാണെങ്കിൽ 25 വർഷമാണ് ബ്രഹ്മചര്യമായിട്ട് പറയാം, അതായത് പഠിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞാൽ ഗൃഹസ്ഥാശ്രമമാണ്. അപ്പോൾ ഗൃഹസ്ഥാശ്രമം 25 വർഷം, അത് കഴിഞ്ഞാൽ 25 വർഷം വാനപ്രസ്ഥം, പിന്നെ 25 വർഷം സന്യാസം. 75-ന് മീതെ സന്യാസം വേണമെന്നാണ്. അപ്പോൾ ഇതിനൊന്നും വാക്കാർത്ഥമല്ല, ഭാവാർത്ഥം ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്താണ് ഈ സ്ത്രീ സംഘം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരവരുടെ ശരീരത്തിനുള്ള ഓജസ് നശിപ്പിക്കരുത് എന്നാണ് പറഞ്ഞത്. പുത്രോത്പാദനം എന്തിനാ? ഹെറിഡിറ്ററി, അവരവരുടെ തറവാട് മഹിമ നിലനിർത്താനുള്ളതാണ്. ഇത് മനസ്സിലാക്കാത്തത് കാരണമാണ് എല്ലാവരും അബദ്ധസഞ്ചാരികളായി പോണത്. അപ്പോൾ യഥാർത്ഥ ഭാഷണം സ്ത്രീസംഗമില്ലായ്മയാകുന്ന ബ്രഹ്മചര്യം എന്ന 2 വ്രതങ്ങളോടുകൂടി എപ്പോഴും ശ്രമിക്കണമെന്നാണ് സജ്ജനാഭിപ്രായം. കലിയുഗത്തിൽ ഈ വ്രതം എപ്പോഴും അനുഷ്ഠിക്കുവാൻ സാധിക്കാത്ത ഹേതുവാൽ, അപ്പോൾ വ്യാസർക്കറിയാം കലിയുഗത്തിൽ ഈ വ്രതം അനുഷ്ഠിക്കാൻ ബുദ്ധിമുട്ടാണ്. അനുഷ്ഠിക്കണവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഭാഗവതാചാര്യനായ ശുഗമുനിയുടെ ആജ്ഞാനുസരണമുള്ള വിശേഷശ്രവണ വിധി അറിയപ്പെടുവാൻ യോഗ്യമാണ്, അറിയപ്പെടണം. ഇത് അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം? സർവദാ ശ്രവണം തന്നെ സന്മതം എങ്കിലും വിശേഷവിധി ശ്രീ ശുഗാചാര്യർ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. അതെന്താണെന്നാണ് ഇനി പറയാൻ പോണത്. 47-ാമത്തെ ശ്ലോകം, മനോവൃത്തിജയം ചൈവ നിയമാചാരണം തഥാ ദീക്ഷാം കർത്തുമശക്യത്വാത് സപ്താഹശ്രവണം മതം. മനോവൃത്തിജയം ചൈവ നിയമാചരണം തഥാ ദീക്ഷാം കർത്തുമശക്യത്വാത് സപ്താഹശ്രവണം മതം. മനസ്സിൻ്റെ ചാഞ്ചാല്യത്തെ ജയിക്കണം. മനസ്സിന് ചഞ്ചലിപ്പുണ്ടായാൽ ജീവിതം കട്ടപ്പുകയാവും. അപ്പം മനസ്സിൻ്റെ ചാഞ്ചല്യത്തെ ജയിക്കുക എന്നതും 6-ാം അധ്യായത്തിൽ പറവാൻ പോകുന്ന നിയമങ്ങളെ അനുഷ്ഠിക്കുക എന്നതും. ഏതിൻ്റെ 6-ാം അധ്യായം? ഈ മാഹാത്മ്യം ഉണ്ടല്ലോ,
ഭാഗവതം മാഹാത്മ്യം 6 അധ്യായമാണ്. അപ്പോൾ 6-ാം അധ്യായത്തിൽ പറയാൻ പോകുന്ന നിയമങ്ങളെ അനുഷ്ഠിക്കുക എന്നതും വിഷ്ണുപരമായ ദീക്ഷ ചെയ്യുന്നതും. വിഷ്ണുപരമായിട്ടുള്ള ദീക്ഷ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ ജീവജാലങ്ങളോടും മര്യാദാമസൃണമായ പ്രീതികരമായിട്ട് ജീവിക്കലാണ്. അപ്പോൾ സുഖകരമല്ലാത്തതിനാൽ 7 ദിവസം കൊണ്ട് കേൾക്കുന്നതാണ് ഉത്തമമെന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ വളരെയധികം ഏകാഗ്രതയും ശ്രമങ്ങളും വേണ്ട രീതിയിൽ പോകാൻ സാധിച്ചിട്ടില്ലെങ്കിൽ 7 ദിവസം നിങ്ങൾ കേൾക്കും. പക്ഷേ ഈ 7 ദിവസമെങ്കിലും എന്ത് വേണം? ഈ പറഞ്ഞ മനോവൃത്തി ജയം വേണം. മനസ്സിൻ്റെ ചാഞ്ചല്യത്തിന് ജയിക്കണം. അല്ല, അതിന് മുമ്പേ പറയുണ്ടായി, യഥാർത്ഥ ഭാഷണം സ്ത്രീസംഗമില്ലായ്മ. അത് ബുദ്ധിമുട്ടുള്ളവർ ഈ 7 ദിവസം സപ്താഹം നടക്കുന്ന ദിവസമെങ്കിലും ഇതൊക്കെ അച്ചടക്കത്തോടു കൂടി ഇരിക്കണം. മാത്രമല്ല, വിഷ്ണുപരമായ ദീക്ഷ ചെയ്യുക എന്നതും സുഖകരമല്ലാത്ത 7 ദിവസം കൊണ്ട് കേൾക്കുന്നതാണ് ഉത്തമമെന്ന് നിശ്ചയിക്കപ്പെട്ടു. ശരി, അപ്പോൾ പറഞ്ഞു 48-ാമത്തെ ശ്ലോകം. ശ്രദ്ധാത ശ്രവണേ നിത്യം ശ്രദ്ധാത തന്നെ ശ്രദ്ധാത ശ്രവണേ നിത്യം മാഘേ താവദ്ധിയൽ ഫലം തൽഫലം ശുഗദേവേന സപ്താഹശ്രവണേ കൃതം. ശ്രദ്ധാത ശ്രവണേ നിത്യം മാഘേ താവദ്ധിയത് ഫലം തൽഫലം ശുഗദേവേന സപ്താഹശ്രവണേ കൃതം. അവിടെ പറയണു, ചിങ്ങം കുംഭം മാസങ്ങളിൽ. ഏതൊക്കെ മാസങ്ങളാണ് നല്ലത്? ചിങ്ങമാസം കുംഭം മാസങ്ങളിൽ പ്രതിദിവസവും ശ്രദ്ധാപൂർവം ഭാഗവതം സമ്പൂർണമായി ശ്രവിക്കുന്നതിനാൽ യാതൊരു ബലം സിദ്ധിക്കുമോ ആ ബലം സപ്താഹശ്രവണത്തിൽ നിന്ന് ലഭിക്കുമെന്ന് ശ്രീ ശുകദേവൻ നിശ്ചയിച്ചിരിക്കുന്നു. അതായത് ചിങ്ങം കുംഭം മാസങ്ങളിൽ പ്രതിദിവസവും ശ്രദ്ധാപൂർവം ഭാഗവതം സമ്പൂർണ്ണമാവണമെങ്കിൽ എന്ത് വേണം? ഈ മാഹാത്മ്യം 6 അധ്യായം ശരിക്കും പറയണം. ശ്രവിക്കുന്നതിന് യാതൊരു ബലം സിദ്ധിക്കുമോ ആ ഫലം സപ്താഹശ്രവണത്തിൽ നിന്ന് ലഭിക്കുമെന്ന് ശ്രീ ശുകദേവൻ നിശ്ചയിച്ചു. അതായത് ചിങ്ങം കുംഭം അപ്പോൾ 60 ദിവസമായില്ലോ. അത് ആ 2 മാസം മുഴുവൻ കേൾക്കുന്നതിന് പകരം ബാക്കി 10 മാസത്തിൽ ഒരു പ്രാവശ്യം കേട്ടാൽ മതി എന്നർത്ഥം. അപ്പോൾ 49-ാമത്തെ ശ്ലോകം. മനസ്സഞ്ചാജയാദ്രോഗാത് പുംസാം ചൈവ ആയുഷക്ഷയാത് കലേർ ദോഷബഹുത്വാശ്ച സപ്താഹശ്രവണം മതം. എന്താ പറഞ്ഞത്? മനസ്സഞ്ചാജയാദ്രോഗാത് പുംസാ ചൈവ ആയുഷക്ഷയാത് കലേർ ദോഷബഹുത്വാശ്ച സപ്താഹശ്രവണം മതം. മനസ്സിൻ്റെ ജയം അശക്യമായതുകൊണ്ട്, മനസ്സിനെ ജയിക്കുക എന്നുള്ളത് സാധാരണക്കാരുടെ കപ്പ് ഓഫ് ടീ അല്ല. സാധാരണക്കാരന് ബുദ്ധിമുട്ടാണത്. പക്ഷേ മനസ്സിനെ ജയിച്ചാലേ ജീവിതം മുന്നേറാൻ പറ്റുള്ളൂ. അപ്പോൾ 95% ആൾക്കാർക്കും മനസ്സിനെ ജയിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇഹപര സൗഖ്യം നഷ്ടപ്പെടുന്നത്. ഇഹത്തിലും പരത്തിലും ഈ ജന്മത്തിൽ ജീവിതം സുഖസമ്പൂർണ്ണമായില്ല വിചാരിക്കുക. ഇനി വരാൻ പോകുന്ന ലോകത്തിൽ അങ്ങനെ തന്നെയാവും. അപ്പോൾ ഈ ജന്മത്തിൽ തന്നെ നമ്മൾക്ക് മനസ്സിനെ പിടിച്ച് കെട്ടാൻ സാധിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്, അശക്യമായതുകൊണ്ടും രോഗാതിബാധകൾ കൊണ്ടും ജനങ്ങളുടെ ആയുസ്സിൻ്റെ ക്ഷയം ഹേതുവായിട്ടും. ശരിക്കുള്ള ശാരീരിക സൗഖ്യം ഇല്ലെങ്കിൽ എന്താവും? ശാരീരിക വല്ലായ്മകൾ ഉണ്ടാവും. അപ്പോൾ രോഗാതിബാധകൾ കൊണ്ടും ജനങ്ങളുടെ ആയുസ്സിൻ്റെ ക്ഷയം ഹേതുവായിട്ടും കലിയിലുള്ള ദോഷാധിക്യം, ദോഷങ്ങളുടെ കൂടുതൽ നിമിത്തവും നിത്യപാരായണ ശ്രവണാദികൾക്ക് മുടക്കം വരാവുന്നതാകയാൽ സപ്താഹശ്രവണം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാവർക്കും ഒരു മാസം 30 ദിവസവും 12 മാസത്തിൽ 12 മാസവും ഭാഗവതം വായിക്കുക, ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? എന്നാൽ ശരി, ഒരു സപ്താഹമെങ്കിലും നിങ്ങൾ ശരിക്കും കേൾക്കും. നിമിത്തവും
നിത്യപാരായണ ശ്രവണാദികൾക്ക് മുടക്കം വരാവുന്നതാകയാൽ സപ്താഹശ്രവണം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ശരി, അടുത്തത് 50-ാമത്തെ ശ്ലോകം. യത് ഫലം നാസ്തി തപസാ ന യോഗേന സമാധിന അനായസേന തൽ സർവം സപ്താഹശ്രവണേ ലഭേത്. എന്താണ്? യത് ഫലം നാസ്തി തപസാ ന യോഗേന സമാധിന അനായാസേന തൽ സർവം സപ്താഹശ്രവണേ ലഭേത്. എന്താ പറഞ്ഞത്? തപസ്, യോഗം, സമാധി എന്നിങ്ങനെയുള്ള പ്രയാസബഹുല കർമ്മങ്ങൾ ചെയ്താലും യാതൊരു പരമഫലം സുലഭമാണോ ആ മഹൽ പുരുഷാർത്ഥ ലാഭം സപ്താഹശ്രവണത്താൽ ലഭിക്കും. അപ്പോൾ ഒരു ശരാശരി 52 ആഴ്ച ഉണ്ടാവുക ഒരു വർഷത്തിലല്ലേ. ആ 52 സപ്താഹം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒന്ന് വെടുപ്പോടുകൂടി ചെയ്ത് അത് അനുഭവപൂർണമായാൽ രക്ഷപ്പെടാം എന്ന് പറഞ്ഞു. ഇനി 51-ാമത്തെ ശ്ലോകം. 51-ാം ശ്ലോകം എന്താ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാനത് അതെ, ഈ 3-ാം അധ്യായവും 74 ശ്ലോകങ്ങളുണ്ട്. ഒരു ശരാശരി എല്ലാറ്റിലും 70-ലും മീതെ പോകും. അപ്പോൾ ഇവിടെ പറഞ്ഞു 51-ാമത്തെ ശ്ലോകം പറഞ്ഞു, യജ്ഞാത് ഗർജതി സപ്താഹോ ഗർജതി വ്രതാത് തപസോ ഗർജതി പ്രോക്ഷൈ തീർത്ഥ അനിത്യം ഹി ഗർജതി നിത്യം ഹി ഗർജതി. ഒന്നുകൂടി പറയാം. യജ്ഞാൽ ഗർജതി സപ്താഹോ ഗർജതി വ്രതാത് തപസോ ഗർജതി പ്രോക്ഷൈ തീർത്ഥാനിത്യം ഹി ഗർജതി. എന്താ അർത്ഥം പറയാം? യജ്ഞം, വ്രതാനുഷ്ഠാനം, തപസ്, നിത്യവും ചെയ്യുന്ന തീർത്ഥസ്നാനം എന്നീ പുണ്യകർമ്മങ്ങളെക്കാൾ സപ്താഹശ്രവണം ഉത്കൃഷ്ടമാണെന്ന് ഘോഷിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പം എന്താ മനസ്സിലായത്? യജ്ഞം, അതായത് ഈ പുത്രകാമേഷ്ടി അല്ലെങ്കിൽ അശ്വമേധയാഗം, രാജസൂയം മുതലായുള്ള യാഗങ്ങൾ, വ്രതാനുഷ്ഠാനങ്ങൾ, തപസ്, നിത്യവും തീർത്ഥസ്നാനം ചെയ്യുക എന്നീ പുണ്യകർമ്മങ്ങളെക്കാൾ സപ്താഹശ്രവണം ഉത്കൃഷ്ടമാണെന്ന് ഘോഷിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷെ നമ്മളാരും മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടല്ലേ കൊട്ടിയൂർ തോർക്കണ്ട താമസം അവിടെ തവിട് പൊടിയാണ്. പിന്നെ എല്ലാ കൊല്ലത്തിലും പോകും. ഞാനെവിടെയും പോകാറില്ല. എനിക്കത് ആവശ്യം തോന്നുന്നില്ല. അവരിത് മനസ്സിലാക്കിയിട്ടില്ല, ഞാനിത് മനസ്സിലാക്കി. ഏത്? യജ്ഞം, വ്രതാനുഷ്ഠാനം, തപസ്, നിത്യവും തീർത്ഥസ്നാനാദികൾ ചെയ്യുക. അപ്പോൾ അതെ, പിന്നെ തീർത്ഥസ്നാനം എന്നീ പുണ്യകർമ്മങ്ങളെക്കാൾ സപ്താഹശ്രവണം ഉത്കൃഷ്ടമാണെന്ന് ഘോഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു 52-ാമത്തെ ശ്ലോകം. 52-ാമത്തെ ശ്ലോകം പറയണു, യോഗാത് ഗർജതി സപ്താഹോ ധ്യാനാജ്ഞാനാശ്ച ഗർജതി കിം ബ്രൂമോ ഗർജനം തസ്യ രേ ഗർജതി. യോഗാൽ ഗർജതി സപ്താഹോ ധ്യാനാജ്ഞാനാശ്ച ഗർജതി കിം ബ്രൂമോ ഗർജനം തസ്യ രേ ഗർജതി. എന്താ അതിനർത്ഥം പറയാം? യോഗം, ധ്യാനം, ജ്ഞാനം എന്നിവയേക്കാൾ ഉത്കൃഷ്ട ഞാനാണെന്ന് സപ്താഹം ഉച്ചത്തിൽ പറയുന്നു. സപ്താഹത്തിൻ്റെ ഗർജനശക്തിയെക്കുറിച്ച് ഞങ്ങൾക്കൊന്നും പറകവയ്യ. പരമപുരുഷാർത്ഥത്തെ സാധിപ്പിക്കുവാൻ ഇതര യജ്ഞങ്ങളെക്കാൾ ഞാൻ തന്നെ സമർത്ഥൻ എന്ന് സപ്താഹയജ്ഞം ഉച്ചമായി ഘോഷിക്കുന്നു. അപ്പോൾ നമ്മൾ ഏതാ സ്വീകരിക്കേണ്ടത്? ഏറ്റവും ഉച്ചമായി ഘോഷിക്കുന്നതിനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. യോഗം, ധ്യാനം, ജ്ഞാനം എന്നിവയേക്കാൾ ഉത്കൃഷ്ടൻ ഞാനാണെന്ന് സപ്താഹം ഉച്ചത്തിൽ പറയുന്നു. സപ്താഹത്തിൻ്റെ ഗർജന ശക്തിയെക്കുറിച്ച് ഞങ്ങൾക്കൊന്നും പറകവയ്യ. ഇതാരാ പറഞ്ഞത്? ഞങ്ങൾ എന്ന് പറയുമ്പോൾ പ്ലൂറലാണല്ലോ. അപ്പോൾ അത് സനകാദി മുനീശ്വരന്മാരെന്ന് പറഞ്ഞു.
പരമപുരുഷാർത്ഥത്തെ സാധിപ്പിക്കുവാൻ ഇതര യജ്ഞങ്ങളെക്കാൾ ഞാൻ തന്നെ സമർത്ഥൻ എന്ന് സപ്താഹയജ്ഞം ഉച്ചമായി ഘോഷിക്കും. സപ്താഹത്തിനും എന്തുണ്ട്? സംസാരിക്കാനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞു. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുങ്ങുന്നു. നമസ്കാരം. നാളെ കാണാം.